എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സമയം ഇതേ വർഷം ഏകദേശം നമ്മളൊരു ചലഞ്ച് ചെയ്തിരുന്നു. അത് മറ്റൊന്നുമല്ല, എന്താ പറയുക, നമ്മുടെ ഗോവിന്ദ് ഒരു ചലഞ്ച് തന്നിരുന്നു. ഒരു 23.5 കിലോമീറ്റർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യം അങ്ങനെ ഒരു വർഷത്തോളമായി അത്. ഇപ്പോൾ ഗോവിന്ദ് ലീവിന് വന്നു, ഇന്ന് വീട്ടിലുണ്ടായിരുന്നു. ഗോവിന്ദും ഉണ്ടായിരുന്നു, ദേവൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓടണമെന്നുള്ള ഒരു ധാരണയൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവരിങ്ങനെ എന്നോടിന്ന് ചോദിച്ചു, പക്ഷേ നമുക്ക് ഒരുമിച്ചൊന്ന് ഓടിയാലോ എന്ന് ചോദിച്ചു. അതേ കിലോമീറ്റർ, പക്ഷേ കുറച്ച് അന്ന് പോയ വഴിയിലൂടെയല്ല, കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. എന്നാലും ഏകദേശം 23-24 കിലോമീറ്റർ റൺ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ ആ ചലഞ്ച് ഒന്നുകൂടെ ഏറ്റെടുക്കുകയാണ്. ഇന്ന് ഞാൻ തന്നെയല്ല, കഴിഞ്ഞ വർഷം ഞാൻ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചാൽ, അതായത് രാവിലെ ഉണ്ടായിരുന്നു അവർ, രാവിലെ തൊട്ട് ഇങ്ങനെ സംസാരം ഉണ്ടായി. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചെന്നാൽ ഓടിയേക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ അവരെൻ്റെ കൂടെ ഉണ്ട്. വാ, ഞങ്ങൾ 3 പേരും കൂടി അപ്പോൾ ഓടാൻ തീരുമാനിച്ചു. എങ്ങനെ ഓടി ഫിനിഷ് ചെയ്യുമോ? ഫിനിഷ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ ബ്രഹ്മസമടം അമ്പലമായി. ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് ഇവിടുന്ന് നേരെ ചക്രശാലക്കടവ്, വെൺപാലയിലുള്ള ചക്രശാലക്കടവ്, അവിടുന്ന് നേരെ തിരിഞ്ഞ് നമ്മൾ തിരുവമണ്ടൂർ വഴി നേരെ നമ്മൾ എരമല്ലിക്കര തിരുവമണ്ടൂർ വഴി നേരെ പ്രാവുംകൂട് ചെന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബ്രഹ്മസമടം അമ്പലമായി. അങ്ങനെ നമ്മൾ ഓടി ഇവിടെ എരമല്ലിക്കര ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. ഇനി ഇവിടുന്ന് നേരെ തിരുവമണ്ടൂർ, പ്രാവുംകൂട് അതുവഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമസ്കാരമുണ്ട്. നമ്മൾ പ്രാവുംകൂട് വന്നു, തിരുവനന്തപുരത്ത് കയറി പ്രാവുംകൂട് വന്നു, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലൈമറ്റ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ചൂടാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 4:45. അപ്പോൾ നല്ല ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചെറിയ സിപ്പൊക്കെ ചെയ്ത് ചെറുതായിട്ട് വാട്ടർ സിപ്പൊക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഫിനിഷ് ചെയ്യും ഞങ്ങൾ. ദേവാ, കല്ലിശ്ശേരി എത്തി. കല്ലിശ്ശേരിയിൽ കയറ്റമുണ്ട്. കയറ്റം കയറിക്കൊണ്ടിരിക്കുക. കയറ്റം കയറുമ്പോൾ കാലിൻ്റെ ഫ്രണ്ട് മസിൽസ് നന്നായിട്ട് പിടിക്കുന്നുണ്ട്. കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഞങ്ങൾ സ്ട്രോങ് ആണ്. ഞങ്ങളാരും ക്വിറ്റ് ചെയ്യത്തില്ല. ഞങ്ങളെല്ലാവരും സ്ട്രോങ് ആണ്. ഓക്കെ, ഇപ്പോൾ നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. മംഗലം എന്ന് പറയുന്ന സ്ഥലമായി. ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആറാട്ടുപുഴ എത്തി. ആറാട്ടുപുഴയല്ലേ? ആറാട്ടുപുഴ എത്തി. ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഈ പ്രാവശ്യവും ഗോവിന്ദിൻ്റെ വീട്ടിൽ വളരെ എന്താ പറയുക, വിജയകരമായിട്ട് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഓടുന്ന കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എന്താ പറയുന്നത്, നമ്മൾ ഗോവിന്ദ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തീരുമാനം എടുത്തപ്പോൾ തന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. പിന്നെ ഗോവിന്ദിൻ്റെ അനിയനെ കൊണ്ട് എന്താ പറയുക, രാത്രിയാവുമെന്നറിയാം, വൈകുന്നേരം വല്ലേ തുടങ്ങുന്നത്. അതുകൊണ്ട് എൻ്റെ അമ്മയും എന്താ പറയുക, എൻ്റെ വൈഫിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. നോക്കാം, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ വൈഫ്, ഇത് ഗോവിന്ദിൻ്റെ അമ്മ, ഇത് ഗോവിന്ദിൻ്റെ കുഞ്ഞമ്മയുടെ മോനാണ്. അപ്പോൾ അവനെന്തിയേ? ഓക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മിനി മാരത്തോൺ റൺ ചെയ്യുന്നത്. മാഷിൻ്റെ മോട്ടിവേഷൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഇത് സക്സസ് ചെയ്യാൻ പറ്റും. ചുമ്മാ പറഞ്ഞ കേട്ടോ, അവൻ്റെ മോട്ടിവേഷനല്ല ഞാൻ ആദ്യം ഓടിയത്. അവനിപ്പോൾ തിരിച്ച് എനിക്കിട്ട് വെച്ചതാ. ഇപ്പോൾ ദേവനുണ്ട്. കൊള്ളായിരുന്നു, നല്ല എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ് ഇവിടുന്ന് 25 കിലോമീറ്റർ. ഇനി ഞങ്ങൾ അടുത്ത വർഷം 40 കിലോമീറ്ററാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. 40 കിലോമീറ്റർ ഓടിയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ സക്സസ് ആയിട്ട് ഫിനിഷ് ചെയ്തു. താങ്ക് യു. ഓക്കെ.